ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗത്തിലും പാർട്ടി നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. പിണറായി വിജയന് ജനങ്ങൾക്കിടയിൽ ഏകാധിപതി എന്ന ഇമേജാണെന്നും എം വി ഗോവിന്ദൻ പാർട്ടി നയം പറയാൻ നട്ടല്ലില്ലാത്ത സെക്രട്ടറിയാണെന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ആലപ്പുഴയിൽ നിന്നും ചേരുകയാണ്. സുധീഷ്, അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ കേട്ടിട്ടില്ല. പ്രത്യേകിച്ചും പിണറായി വിജയനെതിരെ ഒരു വാക്കു പറയാൻ ഒരു നേതാവ് പോലും, സംസ്ഥാനത്തു നിന്നല്ല, ജില്ലയിൽ നിന്നല്ല, ഏരിയ ബ്രാഞ്ചിലടക്കം പിണറായി വിജയനെതിരെ ഒരു വാക്ക് പോലും പറയാൻ ശക്തി ഉണ്ടായിരുന്നില്ല പാർട്ടിക്കുള്ളിൽ. പാർട്ടി സെക്രട്ടറിക്കെതിരെയും സമാനമായ അവസ്ഥയാണ്. ഇപ്പോൾ അതെല്ലാം മാറി. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതോടെ ഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയരുന്നു. പ്രത്യേകിച്ചും CPM-ന്റെ തട്ടകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആലപ്പുഴയിൽ പോലും പാർട്ടി നേരിട്ട തിരിച്ചടി. പാർട്ടി സെക്രട്ടേറിയറ്റിനും പിന്നെ ജില്ലാ കമ്മിറ്റിയിലും വലിയ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് സുധീഷ്? അതിശക്തമായ വിമർശനം തന്നെയാണ് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ ഉണ്ടായത്. മിനിഞ്ഞാന്ന് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും കടുത്ത വിമർശനം പിണറായി വിജയനും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗത്തിലും അതിരൂക്ഷമായ വിമർശനം ഉണ്ടായത്. അതിലെല്ലാം തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, സംസ്ഥാനത്തൊരു പാർട്ടി സെക്രട്ടറി ഉണ്ട് എന്ന ഒരു അനുഭവം പാർട്ടിക്കാർക്ക് ഉണ്ടാവുന്നില്ല. മുൻകാലങ്ങളിലൊക്കെയും മുഖ്യമന്ത്രി ആയാലും മറ്റ് അധികാരത്തിലിരിക്കുന്നത് ആരായാലും അവരെ തിരുത്താനും അവരുടെ തെറ്റുകൾ പാർട്ടി നയത്തിനനുസരിച്ച് മാറ്റിയെടുക്കാനും ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു. അത്തരം ഇടപെടലുകൾ നടന്നിരുന്നു. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഏകാധിപതിയായ ഒരു പ്രവർത്തനമായി പാർട്ടിയുടെ മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നു. അവിടെ ഒരു തിരുത്തലിനും ഒരു ഇടപെടലിനും പാർട്ടി സെക്രട്ടറി ധൈര്യപ്പെടുന്നില്ല. അതിനുള്ള നട്ടല് എം വി ഗോവിന്ദൻ ഇല്ല എന്ന തരത്തിലായിരുന്നു വിമർശനം. ഇതേ സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ പ്രവർത്തനം അത് തികഞ്ഞ ഏകാധിപത്യ ശൈലിയിലായിരുന്നു. അതിലുപരി മൊത്തത്തിൽ സംസ്ഥാന നേതാക്കളൊക്കെയും ജനങ്ങളോട് അതീവ ധാർഷ്ട്യത്തോടെ ഇടപെടുന്നു. കണ്ടാൽ ചിരിക്കാൻ പോലും മടിക്കുന്നു. അതിനൊക്കെ അപ്പുറം ജനകീയ സമരങ്ങളെ പോലും ബൂർഷ്വാ മനോഭാവത്തോടെ സമീപിക്കുന്ന ഒരു രീതി, ഇതെല്ലാം തന്നെ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകി. രാജീവ് അടക്കം, വ്യവസായ മന്ത്രി രാജീവ് അടക്കമുള്ളവർ പരമ്പരാഗത വ്യവസായങ്ങളെ അപ്പാടെ തകർത്തുകൊണ്ട് വലിയ സ്വകാര്യ കമ്പനികൾക്കും മറ്റും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമീപനം, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായിരുന്നു വ്യവസായ വകുപ്പിൻ്റെയും മറ്റും പ്രവർത്തനം. കയർ മേഖല, അതോടൊപ്പം തന്നെ കശുവണ്ടി മേഖല അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങളെ എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നതായിരുന്നു രണ്ടാം പിണറായി സർക്കാർ എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഇതോടൊപ്പം തന്നെ മൊത്തത്തിലുള്ള സർക്കാരിൻ്റെ ഒരു സമീപനം അത് തീർത്തും ജനവികാരങ്ങൾ മാനിക്കാതെ ഉള്ളതായിരുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാന വിമർശനം. ഇതേ സാഹചര്യത്തിൽ തന്നെ ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും പാർട്ടി നേതാക്കളെയും MLA-മാരെയും ഒക്കെയും വിമർശിക്കുന്ന സമീപനമുണ്ടായി. ചിലർ അധികാരമോഹം വെച്ച് ആരിഫ് ആയാലും അതോടൊപ്പം തന്നെ പ്രതിഭയുമൊക്കെ പ്രവർത്തിച്ചത് അധികാര സ്ഥാനമോഹം വെച്ചുകൊണ്ടാണ് എന്ന വിമർശനം ഉയർന്നു. ജില്ലാ സെക്രട്ടറി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന വിമർശനം ഉയർന്നു. ജില്ലാ സെക്രട്ടറി ഇതേ സാഹചര്യത്തിൽ ബ്രാഞ്ച് മുതലുള്ള കണക്കുകൾ നൽകിയത് അത് ഒരു തരത്തിലും ഈ ഭരണവിരുദ്ധ വികാരമോ പിണറായി വിരുദ്ധ വികാരമോ ഉണ്ടെന്ന് മനസ്സിലാക്കാതെയുള്ള റിപ്പോർട്ടുകളാണ് തന്നിരുന്നത് എന്ന വിമർശനം ഉയർത്തുന്നു. ഈ രീതിയിലെല്ലാം തന്നെ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും താഴെത്തട്ടിൽ നിന്നും ജില്ലാ ഘടകം വരെയുള്ള പ്രവർത്തനങ്ങളിൽ വലിയ പാളിച്ച ഉണ്ടായി എന്ന വിമർശനം ഉയരുന്നു. ഇതേ സാഹചര്യത്തിൽ സംസ്ഥാന നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കം ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായതായി പറയുന്നു. അങ്ങനെ പാർട്ടി അപ്പാടെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതിലുപരി ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ, ഇല്ലെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് 20 വർഷത്തിലധിക കാലം പാർട്ടിയിൽ അടക്കി വാണിരുന്ന പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനം ജില്ലയിൽ ഒട്ടാകെയുള്ള പ്രതിനിധികൾ ഉന്നയിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതാനും ചില നേതാക്കൾ ഇപ്പോഴും പിണറായി സ്തുതി പാടുന്നുണ്ടെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കത്തക്ക രീതിയിൽ, ഇല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും തിരസ്കരിക്കത്തക്ക രീതിയിലുള്ള ശക്തമായ പ്രതിരോധം തീർക്കാൻ മറ്റൊരു വലിയ വിഭാഗം പാർട്ടി അംഗങ്ങളിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തയ്യാറായി എന്നത് തന്നെയാണ് ഈ ചർച്ചയിലെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും വലിയ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്നുള്ള റിപ്പോർട്ടാണ് സുധീഷ് ഗോപാൽ കൈമാറിയത്.